എല്ലാവർക്കും നമസ്കാരം. മാജിക് വിനിലേക്ക് സ്വാഗതം. സംഭവിക്കുന്നതെല്ലാം എൻ്റെ വിധിയാണെന്ന മനോഭാവം നിങ്ങൾക്കുണ്ടോ? പ്രത്യേകിച്ച് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ് എന്നൊരു മനോഭാവം നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഇതൊക്കെ എൻ്റെ തലവിധിയാണ്, ഇതൊക്കെ നേരത്തെ എൻ്റെ തലയിൽ വരച്ചിട്ടുള്ളതാണെന്നൊക്കെ. ശരിക്കും അങ്ങനെയാണോ? ഇങ്ങനെ കാര്യങ്ങളെയൊക്കെ വിധിയുടെ മേൽ പഴിചാരുന്ന വ്യക്തികൾ പൊതുവേ സ്വന്തം സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തവരായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ഇവരുടെ നിർഭാഗ്യമാണെന്നും ഇവർ വിധിയെഴുതും. ഇങ്ങനെ വിധിക്ക് കീഴടങ്ങുന്നവരിൽ കൂടുതൽ ആൾക്കാരും ജ്യോതിഷം പോലെയുള്ള കാര്യങ്ങൾ അമിത വിശ്വാസമുള്ളവരായിരിക്കും. ഇതുപോലെയുള്ളവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള മനോഭാവം തന്നെ ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്ക് ഇത്രയൊക്കെ സംഭവിക്കൂ എന്ന തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിത വിജയത്തിന് വേണ്ടുന്ന ആത്മാർത്ഥതയോടുകൂടിയ കഠിന പരിശ്രമങ്ങളൊന്നും തന്നെ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകത്തുമില്ല. കാരണം ഇവർ ജ്യോതിഷത്തെയോ പ്രവചനങ്ങളെയോ ഒക്കെ വിശ്വസിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവർ പറയുന്നതാണ് ഇവർ കേൾക്കുന്നത്, അതാണ് ഇവരുടെ വിധിയെന്ന് ഇവർ വിശ്വസിക്കുന്നത്. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളിലും പരാജയങ്ങൾ തന്നെ വന്ന് ഭവിക്കും. അല്ലെങ്കിൽ ഇവരിങ്ങനെ പറയും, എനിക്കിപ്പോ സമയം അത്ര നല്ലതല്ല, ഈ മേടം വരെ എനിക്ക് സമയം നല്ലതല്ല, അല്ലെങ്കിൽ ഈ കന്നി വരെ എനിക്ക് സമയം നല്ലതല്ല, അല്ലെങ്കിൽ വരുന്ന 5 വർഷത്തേക്ക് എനിക്ക് സമയം നല്ലതല്ല, എനിക്ക് സാമ്പത്തിക നഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് എൻ്റെ ജാതകവശാൽ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്നവരായിരിക്കും. ഏതൊരു വ്യക്തിയും ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ വച്ച് പുലർത്തുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അലംഭാവമുള്ളവരായി അവർ മാറും. അലംഭാവമുള്ളവർക്ക് ഒരിക്കലും വിജയം ഉണ്ടാവില്ല. അവർക്ക് പരാജയം നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരു പരാജയത്തിനെ സംബന്ധിച്ചിടത്തോളം വിജയമെന്ന് പറയുന്നത് എപ്പോഴും വിധിയുടെ സമ്മാനമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ദുർബലമായ മനസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരാണ് വളരെ പെട്ടെന്ന് ജ്യോതിഷികൾക്കും പ്രവചനക്കാർക്കും അതുപോലെ തന്നെ ആൾദൈവങ്ങൾക്കുമൊക്കെ അടിമപ്പെട്ടു പോകുന്നത്. അവരുടെ അഭിപ്രായങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആദർശങ്ങളെയൊക്കെ ശിരസാ വഹിച്ച് അവർ പറയുന്നതാണ് വേദവാക്യമെന്ന് കരുതി ജീവിച്ചു പോരുന്നത്. ഈ ദുർബല മനസ്സുള്ള അടിമ മനോഭാവമുള്ള ഇത്തരം ആളുകളുടെ ദിനചര്യകൾ ഞാൻ നേരത്തെ പറഞ്ഞ ജ്യോത്സ്യന്മാരുടെയോ പ്രവചനക്കാരുടെയോ ആൾദൈവങ്ങളുടെയോ ഉപദേശപ്രകാരമുള്ളതായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളെ മിക്കപ്പോഴും മികച്ച അന്ധവിശ്വാസികൾ കൂടിയായിരിക്കും. ഒരു ഇല അനങ്ങിയാൽ, ഒരു പൂച്ച കുറുക്കിയാടിയാൽ, മുറ്റത്തൊരു കാക്ക വിളിച്ചാൽ, അല്ലേ, ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവരുടെ ജീവിതവുമായിട്ട് കൂട്ടി കണക്ട് ചെയ്യുന്നവരായിരിക്കും. വിധിയെ പഴിചാരി പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വന്തം ജീവിതം അങ്ങനെ നശിപ്പിച്ചു കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വഴി പിന്തുടരാം. അല്ല, നിങ്ങൾക്ക് വിജയിക്കാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ അലസതയും അലംഭാവവും ഒക്കെ കളഞ്ഞ് കൂടുതൽ പരിശ്രമിക്കാൻ തയ്യാറാവണം. നിങ്ങൾക്ക് നന്നായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. നിങ്ങൾ കൂടുതൽ അധ്വാനിക്കും തോറും നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങളും വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് ഈ സ്വയം ഭാഗ്യദോഷികളെന്ന് പറയുന്ന ആൾക്കാർ ഏതൊരു കാര്യത്തെ സമീപിക്കുന്നതും ഒരു അർത്ഥ മനസ്സോടുകൂടിയായിരിക്കും. ഒരു 50-50 ചാൻസ്, ഈ രീതിയിലായിരിക്കും അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അവരൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ പറയുന്നതും ഇതുപോലെയൊക്കെ ആയിരിക്കും. ഏതായാലും നിങ്ങൾ പറഞ്ഞല്ലേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കട്ടെ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, അതുകൊണ്ടൊന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയാൽ പോയി, ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മട്ടിൽ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും അത് പരാജയം തന്നെയായിരിക്കും തരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന മട്ടിലല്ല, എനിക്ക് എന്തായാലും ഇത് കിട്ടിയേ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും അത് നേടിയിരിക്കും. ആ മനോഭാവമാണ് നമുക്ക് വിജയിക്കാൻ വേണ്ടത്. ആ മനോഭാവമാണ് നമ്മളെ കൂടുതൽ പരിശ്രമശാലികളാക്കി മാറ്റുന്നത്. ആ മനോഭാവമാണ് നമ്മളെ അധ്വാനശീലരാക്കി മാറ്റുന്നത്. അവർക്ക് ചെയ്യുന്ന കാര്യത്തോടൊരു ആത്മാർത്ഥത ഉണ്ടാവില്ല, അർപ്പണബോധം ഉണ്ടാവില്ല, അവരുടെ പ്രവൃത്തികളിൽ നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല, പ്രതിജ്ഞാബദ്ധത ഉണ്ടാവില്ല, ധൈര്യവും ഉണ്ടാവില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിലെ വിധിയും ഭാഗ്യവും ഒന്നുമല്ല വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കി തരുന്നത്. അത് നമ്മുടെ ചിട്ടയായ കഠിന പ്രയത്നങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പുസ്തകം തുറന്നു നോക്കാത്ത പഠിക്കാത്ത ഒരു വ്യക്തി പരീക്ഷ പാസ്സാവാറുണ്ടോ?
അങ്ങനെ പഠിക്കാത്ത ഒരാളെ ജയിക്കുമെന്ന് ഏതെങ്കിലും ജ്യോത്സ്യനോ ആൾ ദൈവമോ പ്രവചനക്കാരോ പറഞ്ഞതുകൊണ്ട് ജയിക്കാറുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അല്ലേ? അത് നമുക്കറിയാം. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും വിജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും പുരോഗതിയും വേണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമായ ചിട്ടയായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അത് വിധിയിലും ഭാഗ്യത്തിലും വിശ്വസിച്ച് നശിപ്പിക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.